നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസൺ മെഗാലേലം പൂർത്തിയായതോടെ വലിയ ആവേശത്തിലാണ് ഫ്രാഞ്ചൈസികൾ. തങ്ങളുടെ പുതിയ താരങ്ങൾ എപ്രകാരമായിരിക്കും മത്സരഗതിയെ മാറ്റാൻ പോകുന്നത്, അതിലൂടെ കിരീട നേട്ടം സ്വന്തമാക്കാനാകുമെന്നുള്ള പ്രതീക്ഷകളാണ് അവർക്കുള്ളത്. എന്നാലും ടീമുകളെല്ലാം ഇപ്പോൾ പടയൊരുക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആവേശകരമായ മെഗാലേലത്തിന് ശേഷം ടീമുകളെല്ലാം കഴിഞ്ഞ സീസണുകളിലെ പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ പരിഹാരം കണ്ടുവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വമ്പൻ ടീമുകൾക്ക് വരുന്ന സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു കിരീടം സ്വപ്നം കാണുകയാണ്. ടീമിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച ഇത്തവണ ശക്തമായ ടീമിനെ സൃഷ്ടിക്കാൻ മുംബൈ ഇന്ത്യൻസിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. പരിശീലക സ്ഥാനത്തേക്ക് മഹേല ജയവർദ്ധനയെ മുംബൈ തിരികെ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇത്തവണ പ്രധാന താരങ്ങളെ എല്ലാം നിലനിർത്തി ലേലത്തിനിറങ്ങിയ മുംബൈ ബുദ്ധിപൂർവ്വം ചില താരങ്ങളെ ഒപ്പം കൂട്ടിയിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോഴും ചില പ്രധാന പ്രശ്നങ്ങൾ മുംബൈയെ അലട്ടുന്നുണ്ട്. മുംബൈയുടെ കിരീടമോഹം തകർക്കാൻ സാധ്യതയുള്ള മുംബൈയുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നോക്കാം. മുംബൈ ഇന്ത്യൻസ് ടിം ഡേവിഡ്, റൊമാരിയോ ഷിഫേർഡ് എന്നിവരെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ലേലത്തിലൂടെ ഇവരെ പോലെ മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യാൻ കഴിവുള്ള താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത് മുംബൈയുടെ വലിയ ദൗർബല്യമായി തന്നെ പറയാം. ഇപ്പോൾ മുംബൈ ടീമിൽ ഫിനിഷറായി ഉള്ളത് നായകൻ ഹാർദിക് പാണ്ഡ്യ മാത്രമാണ്. നമാൻ ധീർ അനുഭവ സമ്പന്നനല്ല. ഈ സാഹചര്യത്തിൽ ഹാർദിക്കിന്റെ ഫിനിഷിംഗ് മികവിനെ മുംബൈക്ക് കൂടുതലായി ആശ്രയിക്കേണ്ടി വരും. നായകൻ എന്ന നിലയിൽ ഹാർദിക ഫിനിഷർ റോള് ഏറ്റെടുക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. സമീപകാലത്തായി അദ്ദേഹം ഈ റോളിൽ കളിക്കുന്നത് വളരെ കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ മുംബൈക്ക് ഈ റോളിൽ മികച്ചൊരു ഫിനിഷറെ ആവശ്യമായിരുന്നു. എന്നാൽ അത്തരമൊരു താരമില്ലാത്തത് മുംബൈയെ പിന്നോട്ടടിക്കാനാണ് സാധ്യത കൂടുതൽ. മുംബൈ ഇന്ത്യൻസിന്റെ സ്പിൻ നിരയിൽ ദൗർബല്യങ്ങൾ ഏറെയുണ്ട്. അനുഭവസമ്പന്നനായ സ്പിന്നറുടെ അഭാവം മുംബൈ ടീമിൽ ഉണ്ട് എന്ന് പറയാം. കരൺ ശർമ്മയെ മുംബൈ ടീമിൽ എത്തിച്ചെങ്കിലും താരത്തെ വിശ്വസ്തനെന്ന് വിളിക്കാൻ സാധിക്കില്ല. മിച്ചൽ സാന്റ്നർ, അല്ല ഗസാൻഫ് എന്നീ വിദേശ സ്പിന്നർമാർ ടീമിലുണ്ട്. എന്നാൽ മികച്ച ഇന്ത്യൻ സ്പിന്നറുടെ അഭാവം മുംബൈ ടീമിൽ ഉണ്ട്. ഇത് ടീമിന് തിരിച്ചടിയാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പീയൂഷ് ചാവ്ല അവസാന സീസണിൽ മുംബൈക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ താരത്തെ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. കരണിനെ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന് തന്നെ പറയാം. നിലവിലെ മുംബൈ ടീമിൽ ഇന്ത്യൻ സ്പിൻ കരുത്ത് അല്പം മോശമാണെന്നും പറയേണ്ടിയിരിക്കുന്നു. ഇത് ടീമിനെ എങ്ങനെ ബാധിക്കും എന്നതാണ് കണ്ടറിയേണ്ടത്. ന്യൂ ബോളിൽ മുംബൈയുടെ പേസ് നിര ഏത് എതിരാളികൾക്കും വലിയ വെല്ലുവിളിയാകുന്നതാണ്. ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം ട്രെന്റ് ബോൾട്ട്, ദീപക് ചാഹർ എന്നിവരാണുള്ളത്. രണ്ടുപേരും ന്യൂ ബോളിൽ വിക്കറ്റ് നേടാൻ മിടുക്കുള്ളവരുമാണ്. എന്നാൽ ഇവരെ ഡെത്ത് ഓവറിൽ വിശ്വസിക്കാനാകില്ല. ഡെത്ത് ഓവറിലെ തല്ലുകൊള്ളികളാണ് ഇവരെന്ന് പറയാം. ഡെത്ത് ഓവറിൽ മുംബൈക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് ബുംറയെ മാത്രമാണ്. ഈ പ്രശ്നം മുംബൈയെ പിന്നോട്ടടിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണെന്നും പറയാം. മുംബൈയുടെ ഓപ്പണിംഗ് ബാറ്റിംഗ് കൂട്ടുകെട്ടിലും ആശങ്കകളുണ്ട്. രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായി റോബിൻ മിൻസാനോയെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അനുഭവ സമ്പന്നനായ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇത്തവണ മുംബൈയിൽ ഇല്ല. ഇത് മുംബൈയെ പിന്നോട്ടടിക്കുന്ന കാര്യം തന്നെയാണ്. രോഹിത് ശർമ്മയുടെ IPL മോശം ഫോമും മുംബൈക്ക് വലിയ തലവേദന തന്നെ സൃഷ്ടിക്കുന്നുണ്ട്.